എന്താണ് ഓപ്പറേഷൻ നംഖോർ? തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ നംഖോർ എന്ന് പറയുന്നത് ഭൂട്ടാൻ ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം, വെഹിക്കിൾ. ഈ namkhor.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഭൂട്ടാനിലുണ്ട്. അവിടെ തിമ്പൂലടക്കമുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, റീസെയിൽ ചെയ്യുന്ന വലിയ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ നീണ്ട നിര ആ ഭൂട്ടാൻ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യൻ രൂപ ഒരു 10 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം 10 ലക്ഷം രൂപയ്ക്കൊക്കെ ആഡംബര വാഹനങ്ങൾ പലതും ഭൂട്ടാനിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഭൂട്ടാൻ ഭാഷയിൽ നംഖേർ എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. ലേലം ചെയ്യുന്നത് പലരും പട്ടാളം ഉപേക്ഷിച്ച ചില വാഹനങ്ങളുണ്ട്. റോയൽ ആർമി ഭൂട്ടാനിൽ ഉപേക്ഷിച്ച് പോയ വാഹനങ്ങൾ അത് ഈ പറയുന്ന നംഖോർ എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഈ റീസെയിൽകാർ വാങ്ങും. അത് എന്നിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തും, അവിടെയുള്ള നികുതി വെട്ടിച്ച് കടത്തും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചത്. ഭൂട്ടാൻ വാഹനങ്ങൾ എത്തിക്കുന്നതിൽ ഇന്ത്യയിൽ പക്ഷേ ചില ഇളവുകളൊക്കെ ഉണ്ട്. വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട്. ഈ ഇളവുകൾ മുതലെടുത്താണ് ഏജന്റുമാർ വാഹനങ്ങൾ എത്തിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ളതുപോലെയുള്ള അത്ര നികുതി ഭൂട്ടാനിലില്ല. മറ്റു പല രാജ്യങ്ങളും അവിടെ ആഡംബര വാഹനങ്ങൾ നികുതി കുറഞ്ഞിറക്കാം. അതുകൊണ്ട് ആ വാഹനങ്ങൾക്ക് സ്വാഭാവികമായും വിലക്കുറവായിരിക്കും. അത് ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ നികുതി വെട്ടിച്ചാൽ വീണ്ടും വിലക്കുറവുണ്ടാകും. അപ്പോൾ അവസരം മുതലെടുത്ത് ഏജന്റുമാർ ഇങ്ങനെ ഭൂട്ടാനിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അഥവാ അത് ഇന്ത്യയിലെ ചില ആളുകൾ അത് ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറക്കുമതി തീരുവ അടയ്ക്കാതെയാണ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 60% മുതൽ 120% വരെ പല നികുതിയും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് അടയ്ക്കണം. ഇത് അടയ്ക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും 10 ലക്ഷത്തിന് വാങ്ങിയ ഒരു വാഹനം 30 ലക്ഷത്തിനോ 35 ലക്ഷത്തിനോ കൊടുക്കാൻ പറ്റും എന്നർത്ഥം. അങ്ങനെ ഇനി ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ആദ്യം എത്തിക്കുന്നത് ഹിമാചലിലായിരിക്കും. അവിടെ ഒരു വ്യാജ മേൽവിലാസം ഉണ്ടാക്കി അങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്ത് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഹിമാചലിലെത്തി രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തുമായിട്ടും എത്തിക്കും. ഗോവയിലോ കേരളത്തിലോ ഒക്കെ എത്തിക്കും. അങ്ങനെ പല ഓണറുകൾ മാറിയായിരിക്കും കേരളത്തിലുള്ളവരൊക്കെ ഈ വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അമിത് തന്നെ വാങ്ങുന്നത് 7ാമത്തെയോ മറ്റോ ഓണറായിട്ടാണ്. അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഹിമാചലിൽ എത്തിക്കും. താൽക്കാലിക വിലാസം ഉണ്ടാക്കിയ രജിസ്ട്രേഷൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. അതാണ് ഒരു രീതി. പിന്നീട് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം, ഇവിടെ എത്തിച്ച് നമ്പർ മാറ്റും. അങ്ങനെ നമ്പരും മാറ്റിക്കഴിയുമ്പോൾ പരിവാഹൻ സൈറ്റിലേക്ക് അവ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. താൽക്കാലിക വിലാസം ഉണ്ടാക്കിയിട്ടായിരിക്കും പലപ്പോഴും ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വലിയ മാഫിയ സംഘം പോലെ. ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസ് കുറേ കാലമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുകയും ഇപ്പോൾ കേരളമടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ഈ വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഒരേ സമയം മലപ്പുറത്തും കോഴിക്കോട്ടും കൊച്ചിയിലുമൊക്കെയായി റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ പല വാഹനങ്ങളും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വാങ്ങിയവരുടെ ചുമതലയാണ് അത് കള്ളക്കടത്ത് വാഹനമല്ല എന്ന് തെളിയിക്കേണ്ടത്. അതല്ലെങ്കിൽ അവർ കള്ളക്കടത്ത് വാഹനം അവരറിഞ്ഞോ അറിയാതെയോ വാങ്ങുകയായിരുന്നു എന്ന നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തും. കസ്റ്റംസ് എന്തായാലും സമൻസ് കൊടുക്കും, ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം, പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ളൊരു വാഹനവും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നും അമിതിന്റെ വീട്ടിൽ നിന്നും ഒക്കെ വാഹനം കണ്ടെത്തി. പക്ഷേ ഇവരാരും നേരിട്ട് വാഹനം കടത്തിയവരല്ല. ദുൽഖർ ആണെങ്കിൽ 3ാമത്തെ ഓണർ കൂടിയാണ്. അപ്പം ആദ്യത്തെ ഓണർ ഹിമാചൽ പ്രദേശ് രജിസ്റ്റർ ചെയ്ത ഒരാളായിരിക്കാം. അയാൾ മറ്റു സംസ്ഥാനത്തേക്ക് കൊടുത്തപ്പോൾ 2ാമത്തെ ഓണർ വാങ്ങിയിട്ടുണ്ടാവാം. അയാളുടെ കയ്യിൽ നിന്നായിരിക്കും ദുൽഖർ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരുപാട് ഓണർമാരുടെ ചരിത്രമൊന്നും തെളിഞ്ഞു പോകുന്ന ഒരു രീതിയില്ല. അങ്ങനെ അബദ്ധം സംഭവിച്ചതാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. നേരിട്ട് ഇവരാരും തന്നെ വാഹനക്കടത്തിൽ ഏർപ്പെട്ടു എന്ന് കസ്റ്റംസിനും പരാതിയില്ല. പക്ഷേ ഈ ഗ്യാങ്ങിനെ കുറിച്ച് അറിയണം, ആരാണെന്നറിയണം. അതിലിവർ കൊടുക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട